നമസ്കാരം. സതൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൊത്തുകോഴി അഥവാ ഷ്രെഡഡ് ചിക്കൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്ക് ഈ കൊത്തുകോഴി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/4 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബോണുള്ള ചിക്കനാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിക്കാം. ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് പാത്രത്തിൽ തന്നെ വേവിക്കുന്നത്. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഈ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് പിച്ചി വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ കൊത്തുകോഴി ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ചെറിയ കഷ്ണം പട്ട, ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പെരുംജീരകവും പട്ടയും ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുമ്പോഴാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് വേണം സവോളയിലേക്ക് ഉപ്പ് ചേർക്കാൻ. ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റണം. അപ്പോൾ പൊടികൾ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് ചൂടാക്കുക. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആ ചിക്കൻ്റെ സ്റ്റോക്കോട് കൂടി തന്നെ, അതുകൊണ്ട് തന്നെ നിറയെ വെള്ളം യൂസ് ചെയ്തിട്ട് ഈ ചിക്കൻ വേവിച്ചെടുക്കരുത്. കാരണം ആ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ വേസ്റ്റ് ആയിപ്പോവും. കാരണം ഇതൊരു ഡ്രൈ റെസിപ്പിയാണ്. അപ്പോൾ അധികം വെള്ളം ചേർക്കാനും പറ്റില്ല. അതുകൊണ്ട് ചിക്കൻ്റെ സ്റ്റോക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം അതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വരണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ഉള്ള ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന പെപ്പർ പൗഡറിന് നല്ല എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു നാടൻ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില കൂടെ ചേർക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തുകോഴി അഥവാ ഷ്രെഡഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു വിഭവമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഗ്രേവി ആയിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ സാലന ഉണ്ടെങ്കിൽ സാലന ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സതേൺ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി കുക്കിംഗ്.